ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഗുരുവായൂരപ്പന് ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണിത്. എത്ര വലിയ കാര്യമാണെങ്കിലും ഈ ഒരു വഴിപാട് നേർന്നാൽ ഉണ്ണിക്കണ്ണൻ അതിന് ശാശ്വത ഫലം നൽകുമെന്നാണ്. കുട്ടിക്കാലത്ത് ഈ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് ഉണ്ണി എത്ര പഴയാണ് കേട്ടിരിക്കുന്നത്. യേശുദാമേ, നീ വല്ലതും അറിയുന്നുണ്ടോ? നിന്റെ ആ മകനുണ്ടല്ലോ, ആ മായാജാലക്കാരൻ, ആ ഗോപാലകൃഷ്ണൻ, അവൻ കാട്ടുന്ന വികൃതികള് നീ വല്ലതും അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഗോപസ്ത്രീകൾ നിത്യവും പരാതി യശോദാമ്മയോട് പറയും. കാരണം നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ടു തിന്നുമത്രേ. ഉണ്ണിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് വെണ്ണ. ഈ വെണ്ണ കൊണ്ടുള്ള തുലാഭാരം ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട വഴിപാടാണ്. നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ആ ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ തുലാഭാരം ഒന്ന് നേർന്നു നോക്കൂ. ഗുരുവായൂരപ്പൻ അത് തീർച്ചയായിട്ടും നടത്തിത്തരും. പക്ഷേ ഒന്നുണ്ട്, നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഭഗവാന് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിരിക്കണം. ഉണ്ണിക്കണ്ണന് നമ്മുടെ സ്നേഹം മാത്രം മതി. പക്ഷേ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം അത് എവിടെ വന്നിട്ടാണെങ്കിലും അത് പിടിച്ചു വാങ്ങിയിരിക്കും. അതാണ് നമ്മുടെ പൊന്നുഗുരു. പണ്ടൊരിക്കൽ ഭഗവാന് ഒരാൾ ഉമി കൊണ്ട് തുലാഭാരം നേർന്നു. അദ്ദേഹത്തിന് തീരെ ധനമില്ല, വളരെ കഷ്ടത അനുഭവിക്കുന്ന സമയമാണ്. പിന്നീട് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി. അങ്ങനെ അദ്ദേഹം തുലാഭാരം ചെയ്യാനായിട്ട് ക്ഷേത്രത്തിലെത്തി. അപ്പോൾ തന്റെ ഇപ്പോഴത്തെ ധനസ്ഥിതിയൊക്കെ വെച്ചിട്ട് ഉമി കൊണ്ട് തുലാഭാരം ചെയ്യുക എന്ന് പറയാൻ ആകെ അദ്ദേഹത്തിന്റെ നാണക്കേട്. അങ്ങനെ അദ്ദേഹം സ്വർണം കൊണ്ട് തുലാഭാരം ചെയ്യാൻ തുടങ്ങി. പക്ഷേ എത്ര സ്വർണം വെച്ചിട്ടും ആ തട്ടുയർന്നു തന്നെ ഇരിക്കുന്നു. കാരണം തിരക്കിയപ്പോഴാണത്രേ മനസ്സിലായത് ഉമി കൊണ്ടാണ് തുലാഭാരം നേർന്നത്. അങ്ങനെ ഉമി കൊണ്ട് പിന്നീട് തുലാഭാരം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട വെണ്ണ കൊണ്ട് തുലാഭാരം നേർന്നു നോക്കൂ. അദ്ദേഹം എന്ത് നടക്കാത്ത ആഗ്രഹമാണെങ്കിലും നമുക്കത് സാധിച്ചു തരും. വെണ്ണ തിന്നണ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും തഥാസ്തു എന്ന് പറയൂ അത്രേ. കാരണം നമ്മളെ നീക്കിയിട്ട് വേണം ആ കയ്യിലിരിക്കുന്ന വെണ്ണ അകത്താക്കാൻ ഉണ്ണിക്ക്. ഹരേ കൃഷ്ണ.